വൈദാ മാത ഫത്ബഉഹു, നിങ്ങളുടെ കൂട്ടുകാരൻ മരണപ്പെട്ടാൽ ആ മരിച്ച മയ്യത്തിൻ്റെ സമീപത്ത് നീ ചെല്ലണം. ആ മനുഷ്യൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിൻ്റെ മുന്നിൽ നീ നടക്കണം. മയ്യത്തിൻ്റെ മുന്നിൽ നടക്കലാണ് അഫ്ളല്. കാരണം മയ്യത്തിനുള്ള അകമ്പടിയാണത്. നമ്മളെ നാട്ടിലൊക്കെ മയ്യത്തിൻ്റെ മുമ്പിൽ ആളുകൾ കുറവായിരിക്കും, കുറേ ആളുകൾ ബാക്കിലാണ് ഉണ്ടാവുക. അതല്ല, അത് സുന്നത്തിന് വിരുദ്ധമാണ്. മയ്യത്തിൻ്റെ മുന്നിൽ എന്താ പറയുക, സ്പോട്ടായിട്ടോ അകമ്പടി കൊടുത്തിട്ട് ദിക്ർ ചൊല്ലിയിട്ട് മരണത്തെ ഓർത്തുകൊണ്ട് മുമ്പിൽ ഇങ്ങനെ നടന്നു പോകണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമുക്കുണ്ടല്ലോ അങ്ങനൊരു യാത്ര. അല്ലാഹു റാഹത്തുള്ള ഒരു നല്ല സന്തോഷമുള്ള യാത്ര നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, മരിച്ച മയ്യത്തിനെ കബറടക്കുന്ന സ്ഥലത്ത് ഹാജരാകാന്നുള്ളത്. നമ്മൾ പള്ളീൻ്റെ മുറ്റത്തുണ്ടാവും, പക്ഷെ കബറിങ്കലിലേക്ക് പോയിട്ട് ആ പരിസരത്ത് കുറഞ്ഞ സമയം അവിടെ നിൽക്കൂല. കാരണം കൂലി കൂടുതൽ കിട്ടിപ്പോവല്ലോ. കബറടക്കുന്നത് വരെ, കബറടക്കിയതിന് ശേഷവും ആ കബറിൻ്റെ പരിസരത്ത് എത്ര സമയം നമ്മൾ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലിയിട്ട് മരണം ചിന്തിച്ച് നിൽക്കുന്നുണ്ടോ അത്രയും സമയം നമുക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു തരും. റഹ്മത്തിൻ്റെ മലക്കുകളുടെ ദുആ നമുക്ക് ലഭിക്കും. വലിയ പ്രതിഫലമാണ് അതിന് അള്ളാഹു നമുക്ക് നൽകുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ മുഅ്മിനീങ്ങൾ പരസ്പരം പാലിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അബൂദർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ തബഖത മറഖതൻ ഫഅക്സിർ മാഅഹാ വതഅഹദ് ജിറാനക്. ഓ അബൂദറേ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ മാംസക്കറി വേവിക്കുന്നുവെങ്കിൽ അതിൽ അല്പം വെള്ളം കൂട്ടണം. വതഅഹദ് ജിറാനക, നിങ്ങളുടെ അയൽവാസിയോടുള്ള ബന്ധം നിങ്ങൾ അതിലൂടെ സൂക്ഷിക്കണം. സ്വന്തം വീട്ടിലൊരു പുതിയ പലഹാരമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ടേസ്റ്റുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു, അയൽവാസിക്ക് കൂടിയുള്ള അല്പം അതിൽ നമ്മൾ മാറ്റിവെക്കണം. ഭക്ഷണത്തിലേക്ക് അരിയിടുമ്പോൾ എൻ്റെ അയൽവാസിക്കുള്ള ഭക്ഷണത്തിനുള്ള അരി അതിൽ ഇടാൻ നമ്മളുടെ ഭാര്യമാരോട് പറയണം. അയൽവക്കത്തുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കടയിൽ നിന്ന് മിഠായികൾ വാങ്ങി വരുമ്പോൾ പറയണം, ഒരു 4 എണ്ണം എക്സ്ട്രയും വാങ്ങിക്കോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അയൽവാസിയോടുള്ള ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന് സമൂഹത്തിനോട് ഒരുപാട് ബാധ്യതകൾ നിറവേറ്റാനുണ്ട്. ആ ബാധ്യതകൾ നിറവേറ്റുമ്പോഴാണ് യഥാർത്ഥൊരു മുസ്ലിമായി നമ്മളൊക്കെ രൂപപ്പെടുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹദീസ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത് ഔസാനി ഖലീലി എന്നാണ്. എൻ്റെ ഉറ്റ കൂട്ടുകാരനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചു എന്നാണ്. നമുക്കൊക്കെ എത്ര കൂട്ടുകാരുണ്ട്? ഇന്ന് വരെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോട് ഒരു നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപദേശിക്കണം? പോട്ടെ, സ്വന്തം ഭാര്യ മക്കളോട്. SYS എല്ലാ യൂണിറ്റുകളിലും നമ്മളുടെ പ്രവർത്തകന്മാർക്ക്, നമ്മളുടെ അനുഭാവികൾക്ക് മാസത്തിൽ ഒരു തവണ കുടുംബത്തിന് നന്മ കൊണ്ടുള്ള വസിയ്യത്ത് നൽകാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മാസവും മങ്കൂസ് മൗലിദ് പൂർണ്ണമായി നമ്മുടെ വീടുകളിൽ നിന്ന് പാരായണം ചെയ്യുക. എന്നിട്ട് ആ സദസ്സിൽ നിന്ന് ഭാര്യയും ഭർത്താവും മക്കളും കൂടി ഇരുന്ന് അതിൽ നിന്നൊരു ഇർഷാദാത്ത് വായിക്കുക. അഥവാ ഒരു നന്മ കൊണ്ടുള്ള ഉപദേശമാണത്. അങ്ങനെ ഒരു വർഷം നമ്മുടെ വീടുകളിൽ ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, നബിയെ, അവിടുന്ന് ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് വേറെ വിളക്കുകളുടെ ആവശ്യമില്ല.
ഹബീബായ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പാരായണം ചെയ്യുന്ന വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, ഓരോ മാസവും ഓരോ ഹദീസുകൾ, നന്മ കൊണ്ടുള്ള കൽപ്പനകൾ ഇങ്ങനെ നടക്കുമ്പോൾ ആ വീട്ടിൽ പുന്നാര നബി തങ്ങളുടെ തിരുസുന്നത്തുണ്ടാകും. ആ വീട്ടുകാരെല്ലാവരും ഇസ്ലാമിൻ്റെ എല്ലാ നയങ്ങളും ഉൾക്കൊള്ളുന്നവരായി മാറും. നമ്മുടെ മക്കൾ ആത്മീയ ചൈതന്യത്തിൽ വളരും. അള്ളാഹു അങ്ങനെയുള്ള നന്മകൾ നമ്മളുടെ കുടുംബ പശ്ചാത്തലത്തിൽ കൊണ്ടുവരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികസനത്തിന് എതിര് നിൽക്കുന്നതിനും എല്ലാ അർത്ഥത്തിലും ജാമ്യവും മാന്യവുമായ നിർദ്ദേശങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹദീസിൽ കാണാം, ഞാനൊരു മരം കണ്ടു, ഞാൻ സ്വർഗത്തിൽ ഒരു മരത്തിൽ ഒരു മനുഷ്യൻ ഉല്ലാസം നടത്തുന്നത് ഞാൻ കണ്ടു. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ആ മരം അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് ചാഞ്ഞു കിടന്ന് തടസ്സമായതാണ്. ആ മരത്തിൻ്റെ കൊമ്പ് അയാൾ മുറിച്ചു മാറ്റിയതാണ്. ആ മുറിച്ചു മാറ്റിയ മരക്കൊമ്പിൽ സ്വർഗത്തിൽ അയാൾ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മരം ഏതാണ് മുറിക്കേണ്ടത്? ജനങ്ങൾക്ക് അപകടം വരുത്തുന്ന മരമാണ് മുറിക്കേണ്ടത്. അന്ത്യശ്വാസം വലിക്കാൻ നേരത്ത് നിനക്കൊരു സസ്യം നടാൻ സാധിക്കുമെങ്കിൽ ആ സസ്യത്തെ നീ നടുകയും ആ സസ്യത്തിന് നീ വെള്ളം നനയ്ക്കുകയും ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യഥാർത്ഥൊരു മുസ്ലിം കേവലം നിസ്കാരം മാത്രം ശ്രദ്ധിക്കുന്നവനല്ല, നോമ്പ് മാത്രം സൂക്ഷിക്കുന്നവനല്ല, സകാത്ത് വീട്ടി ഹജ്ജ് ചെയ്ത് മാത്രം ഒതുങ്ങിക്കഴിയുന്നവനല്ല. സമൂഹത്തിനോടുള്ള ബാധ്യത നിറവേറ്റിയാലാണ്, ഈ പരിസ്ഥിതിയോടുള്ള മാന്യമായ പെരുമാറ്റമുള്ളവനാണ്, പരിസ്ഥിതിയോടുള്ള സ്നേഹമുള്ളവനാണ് യഥാർത്ഥ മുസ്ലിം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്, നമ്മളുടെ കൃഷി അതാ മൃഗങ്ങൾ വന്ന് തിന്നുന്നു, പക്ഷികൾ വന്ന് ഭക്ഷിക്കുന്നു. ആ പക്ഷികൾക്ക് നേരെ നിങ്ങൾ വെടിയുതിർത്തരുത്, ആ മൃഗങ്ങൾക്ക് നേരെ നിങ്ങൾ കല്ലെറിയരുത്. ആ മിണ്ടാപ്രാണികൾ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് എത്രയാണോ ഭക്ഷിച്ചത് അത്രയും നിങ്ങൾക്ക് സ്വതക്കയുടെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ വീട്ടിൽ വരുന്ന പൂച്ചയില്ലേ, പൂച്ച, ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കണം, ആ പൂച്ചയെ നമ്മൾ സ്നേഹിക്കണം. സുബ്ഹാനല്ലാഹ്, നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നില്ല, ഭക്ഷണം പാചകം നടക്കുന്നില്ല. രാവിലെയും ഉച്ച സമയത്തല്ല നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും ഇങ്ങനെ ഒച്ച വെച്ച് നടക്കുന്ന നമ്മുടെ ആ പൂച്ചയെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അവർക്കുള്ള ഭക്ഷണം നമ്മൾ എത്തിച്ചു കൊടുക്കണം. അവനാണ് യഥാർത്ഥ മുസ്ലിം. അള്ളാഹു അങ്ങനെയുള്ളൊരു വിശാല മനസ്സിൻ്റെ ഉടമകളാക്കി നമ്മളെയൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ സംസാരം ഉപസംഹാരത്തിലേക്ക് നീങ്ങുകയാണ്.